ജാസ്മിന് ലാലേട്ടനൊന്ന് കളിയാക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. ജാസ്മിൻ ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതറി നിൽക്കുകയായിരുന്നു. പക്ഷേ എന്ത് പറയാൻ, ലാലേട്ടൻ അത് ഒന്ന് കളിയാക്കി വിട്ടു. പക്ഷേ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ഒന്ന് ജാസ്മിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാര്യം ഇതാണ്, കണ്ടവർക്കറിയാം. സേവ്ഡ് ആണോ എവിക്റ്റഡ് ആണോ റിസൾട്ട് പെൻഡിങ് ആയിരുന്നോ, ഇതായിരുന്നു ലാലേട്ടൻ പറയേണ്ടത്. സേവ്ഡ് ആക്കണോ, റിസൾട്ട് പെൻഡിങ്ങിൽ വെക്കണോ, എവിക്റ്റഡ് ആക്കണോ എന്ന് ജാസ്മിനോട് ചോദിച്ചപ്പോൾ ജാസ്മിൻ പറഞ്ഞു സേവ്ഡ് ആക്ക് ലാലേട്ട. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഇല്ല, ഞാൻ റിസൾട്ട് പെൻഡിങ്ങിൽ വെക്കാൻ പോവുകയാണ്. അല്ല ലാലേട്ടൻ്റെ മുഖം കണ്ടാൽ അറിയാം ഞാൻ സേവ്ഡ് ആണ് എന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ പെട്ടെന്ന് തന്നെ എന്നാൽ ഞാൻ റിസൾട്ട് പെൻഡിങ്ങിൽ വെക്കുന്നു എന്ന് പറഞ്ഞ് വെച്ച് കഴിഞ്ഞപ്പം ജാസ്മിൻ പറഞ്ഞു പ്ലീസ് ലാലേട്ട സേവ് ആക്ക് ലാലേട്ട എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഒന്ന് കൊഞ്ചി. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു സമാധാനമായിട്ട് ഇരിക്കൂ. അപ്പം ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് കഴിഞ്ഞ വീക്ക് സമാധാനം ഉണ്ടായിരുന്നു, പക്ഷേ ഈ വീക്ക് എന്തോ ഒരു സമാധാനക്കേടെന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞു സമാധാനമായിട്ടിരിക്കാനും കൂടി പഠിക്കും മോളെ, എന്നിട്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം കൂടി ഒന്ന് കാലാട്ടാൻ പറഞ്ഞു. അപ്പോൾ ജാസ്മിൻ എന്താ പറയണ്ടേ, ജാസ്മിൻ ചമ്മി ഒരു മുഖത്തോട് കൂടിയിട്ട് അവിടെ ഇരുന്നു കേട്ടോ. അപ്പം ജാസ്മിനെ ഒബ്സർവ് ചെയ്യുന്നവർക്കറിയാം, അല്ലെങ്കിൽ എപ്പിസോഡ് കാണുന്ന എല്ലാവർക്കും അറിയാം, ജാസ്മിൻ ഇരിക്കുമ്പോഴും അല്ല കിടക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ എന്താ പറയണ്ടേ റെസ്റ്റ്ലെസ്നെസ്സോട് കൂടിയിട്ട് ഇങ്ങനെ ഇരുന്ന് കാലിങ്ങനെ ആട്ടിക്കൊണ്ടേയിരിക്കും. സമാധാനമായിട്ട് കാല് വെച്ച് കണ്ടിട്ടേ ഇല്ല കേട്ടോ. അപ്പം ആളുകളൊക്കെ ലൈവിൽ കമൻറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ബിഗ് ബോസിന് പറയാറുണ്ട് ഈ ജാസ്മിൻ എന്തിനാ ഇങ്ങനെ കാലാട്ടിക്കൊണ്ടേ ഇരിക്കുന്നതെന്ന്. ചിലർക്ക് അത് കാണുമ്പോൾ ഒരു ഇറിറ്റേഷൻ തോന്നും കേട്ടോ. അതൊക്കെ സ്വന്തം ഇഷ്ടമാണ്, കാലാട്ടാതെ ഇരിക്കണതും കാലാട്ടുന്നതും ഒക്കെ. അപ്പോൾ എന്താണെങ്കിലും ലാലേട്ടൻ നൈസായിട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ലാലേട്ടൻ പോകുന്നവരെ കാല് അനക്കിയിട്ടില്ല, കാല് മര്യാദയ്ക്ക് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ലാലേട്ടൻ ഇത് കളിയാക്കിയതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം ഷവിയു.